+1 കെമിസ്ട്രിയിലെ ചാപ്റ്റർ 6 ദാറ്റ് ഈസ് ഇക്വിലിബ്രിയത്തിന്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് കൂടി നോക്കിയാലോ. അതാണ് ലീ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇത്തിരി ഡിഫിക്കൽട്ട് ആണ് അതിലെ പ്രോബ്ലംസ് ചെയ്യാനായിട്ട്. ബട്ട് എന്തായാലും എക്സാമിൽ ഷുവറായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ അത് ലീ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിളും അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതേടാ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊന്ന് നോക്കാം. എന്താ ലീ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി 10th പഠിച്ചിട്ടുള്ളതാണ്. എന്നാലും നമുക്ക് +1 എത്തുമ്പോൾ ഒന്നും കൂടി അതൊക്കെ ഒന്ന് നോക്കണം. ഇതേടാ നോക്കിക്കോ. അപ്പോൾ ലീ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതിന് ഇങ്ങനെയാണ് നമ്മൾ അതിനൊന്ന് പറയുക. അതായത് ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന ഒരു റിയാക്ഷൻ എടുക്കാം. ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന റിയാക്ഷനിൽ അതിൻ്റെ നോർമലി അതിൻ്റെ കോൺസെൻട്രേഷൻസും ഇതൊക്കെ ഒരേപോലെ തന്നെ നമ്മുടെ ഫോർവേഡ് റിയാക്ഷൻ്റെ ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ ഒക്കെ റേറ്റുകൾ സെയിം ആയിട്ട് പോകുമായിരിക്കും. അങ്ങനെ ഇരിക്കുന്ന ഒരു ഇക്വിലിബ്രിയം റിയാക്ഷനിൽ നമുക്ക് 3 കാര്യങ്ങൾ അതിൽ മാറ്റാനായിട്ട് പറ്റും. ബേസിക്കലി ഒന്നിലെ കോൺസെൻട്രേഷൻ, പ്രഷർ അല്ലെങ്കിൽ ടെമ്പറേച്ചറുകൾ നമുക്ക് മാറ്റാം. റിയാക്റ്റൻറ്റിൻ്റെ അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനുകളിൽ നമുക്ക് ചേഞ്ചുകൾ വരുത്താം, അല്ലെങ്കിൽ ആ റിയാക്ഷൻ്റെ ടെമ്പറേച്ചർ നമുക്ക് മാറ്റാം, പ്രഷർ മാറ്റാം. അങ്ങനെയൊക്കെ മാറ്റുമ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ സംഭവിച്ചാൽ ആ മാറ്റം കുറയ്ക്കാനായിട്ടായിരിക്കുള്ളൂ നമ്മുടെ റിയാക്ഷൻ ശ്രമിക്കാം. ഇതാണ് ബേസിക്കലി ലീ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിളിൻ്റെ സ്കെൽട്ടൺ എന്ന് പറയുന്നത്. നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ സിസ്റ്റം അല്ലെങ്കിൽ സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ റിയാക്ഷൻ തന്നെയാണ്. റിയാക്ഷൻ എന്ത് ചെയ്യും? ആ ടെമ്പറേച്ചർ കുറയ്ക്കാനായിട്ട് നോക്കും. നമ്മൾ ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ടാവും? അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടാനായിട്ട് നോക്കും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന എന്ത് മാറ്റത്തിനെയും അത് കുറയ്ക്കാനായിട്ടായിരിക്കുള്ളൂ സിസ്റ്റം ശ്രമിക്കുക. സോ എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് നടത്താം? കോൺസെൻട്രേഷൻ, പ്രഷർ, അതുപോലെ ടെമ്പറേച്ചർ. ഈ 3 കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയാൽ സിസ്റ്റം എന്ത് ചെയ്യും? തന്നെ റീഅഡ്ജസ്റ്റ് ചെയ്യും. സോ as to nullify the effect of change. ഉണ്ടാകുന്ന മാറ്റത്തിനെ നള്ളിഫൈ എന്ന് പറഞ്ഞാൽ കുറയ്ക്കാനായിട്ട് നമ്മുടെ സിസ്റ്റം നോക്കുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കുറയ്ക്കാൻ നോക്കും, പ്രഷർ കൂട്ടിയാൽ പ്രഷർ കുറയ്ക്കാൻ നോക്കും, ടെമ്പറേച്ചർ ഈ പറഞ്ഞ പോലെ കുറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂട്ടാനായിട്ട് നോക്കും. സോ അതിനെയാണ് നമ്മൾ ലീ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുക. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ പറഞ്ഞ കോൺസെൻട്രേഷനും ടെമ്പറേച്ചറൊക്കെ മാറ്റുമ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. ഇതേടാ അതിൽ ആദ്യത്തെയാണ് എഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ചേഞ്ച്. ജനറലി നമ്മൾ ഇങ്ങനെയാണ് നോക്കുക. കോൺസെൻട്രേഷനുകളിൽ മാറ്റം വന്നാൽ ഈ പറഞ്ഞ മാതിരി മാറ്റത്തിനെ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുമെന്ന് പറഞ്ഞില്ലേ? അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ടെമ്പറേച്ചർ ഓഫ് റിയാക്റ്റൻറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ അത് കുറയ്ക്കാനായിട്ട് നമ്മുടെ സിസ്റ്റം നോക്കും. എങ്ങനെയാണെന്നറിയോ? അതിനനുസരിച്ച് ഫോർവേഡ് റിയാക്ഷൻ നടത്തിയിട്ടായിരിക്കും. ഓക്കെ. അപ്പോൾ ജനറലി നമ്മൾ റിയാക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ അവിടെ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടിയിട്ടായിരിക്കും സിസ്റ്റം എന്ത് ചെയ്യുന്നത്? അത് കുറയ്ക്കാൻ നോക്കുന്നത്. അല്ലെങ്കിൽ അവിടെ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് അങ്ങനെ തന്നെ കൂടുന്നുണ്ടാവും. ഇനി നമ്മൾ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറയുകയാണെങ്കിൽ നമ്മുടെ ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റ് ആയിരിക്കും കൂടുക റിയാക്റ്റൻറ്റിൻ്റെ. ഇനി പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ആണ് കൂടുന്നതെങ്കിലോ ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റ് ആയിരിക്കും കൂടുക. കേട്ടോ, റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് കൂടും. പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ അതിൻ്റെ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി ഉള്ളത്, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് പ്രോഡക്റ്റുകൾ കുറയുകയാണെങ്കിൽ, റിയാക്റ്റൻറ്റിനല്ല പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറയുകയാണെങ്കിൽ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും ഓപ്പോസിറ്റ് ആയിരിക്കും. കേട്ടോ, കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഇൻക്രീസ് ചെയ്തപ്പോൾ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്തു. കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റുകൾ കുറയുകയാണെങ്കിൽ, ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റുകൾ കുറയുകയാണെങ്കിൽ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതിനെ ബേസ് നമുക്കൊന്ന് നോക്കാം. ദേടാ ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ഒരു NH3 H2+I2 gives 2HI എന്ന് പറഞ്ഞൊരു റിയാക്ഷനാണെന്ന് വെച്ചോ. ഇതിൽ വാട്ട് ഹാപ്പൻസ് വെൻ എമൗണ്ട് ഓഫ് H2 ഈസ് ഇൻക്രീസ്? അതിൽ H2 കൂട്ടുകയാണ്. ദേടാ H2+I2 gives 2HI എന്നാണ് നമ്മൾ എടുക്കുക. ഇതിൽ H2ൻ്റെ കോൺസെൻട്രേഷൻ ഞാൻ കൂട്ടി. H2 കൂടിയാൽ H2 ആരാ? റിയാക്റ്റൻ്റാണ്. റിയാക്റ്റൻ്റ് കൂടി. അങ്ങനെയാണെങ്കിൽ റിയാക്റ്റൻ്റെ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ ഏതിൻ്റെ റേറ്റാണ് കൂടുക? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് കൂടിയിട്ടുണ്ട്. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് കൂടിയാൽ അവിടെ കൂടുന്ന ആരായിരിക്കും? ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ എഴുതും റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസസ് എന്ന് എഴുതും. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസസ്. ഓക്കെ, ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസസ് എന്ന് എഴുതാം. ഇൻക്രീസസ്. ഇനി എമൗണ്ട് ഓഫ് I2 ഈസ് ഇൻക്രീസ്ഡ്. അപ്പോഴും നോക്കാം, നമുക്ക് തന്നേക്കുന്ന ആൾ I2 ഈസ് ഇൻക്രീസ്ഡ് എന്നാണ്. I2 അപ്പോൾ ആരാ അവിടെ? റിയാക്റ്റൻ്റ് ആണോ പ്രോഡക്റ്റ് ആണോ? റിയാക്റ്റൻ്റ് ആണ്. റിയാക്റ്റൻ്റെ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ എഗെയിൻ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് തന്നെ ആയിരിക്കും കൂടുക. ഓക്കെ, ഇനി HI ഈസ് റിമൂവ്ഡ്. അതാണ് ക്വസ്റ്റ്യൻ. HI എന്ന് പറയുന്ന ആൾ കുറയ്ക്കുകയാണ്. റിമൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ കോൺസെൻട്രേഷൻ കുറയും. അപ്പോൾ HI ആരാന്ന് നോക്കാം.
ഇവിടെ ആരാ HI എന്ന് പറയുന്നത്? പ്രോഡക്റ്റാണ്. പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു. പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റ് കൂടും. പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു കഴിഞ്ഞാലോ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് തന്നെയായിരിക്കും കൂടെ. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസസ്. സെയിം തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. അപ്പോൾ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയാലും പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞാലും ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കും, ഇൻക്രീസസ്. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും. ഇനി പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുകയാണെങ്കിലും റിയാക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറയുകയാണെങ്കിലും നമുക്ക് ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിട്ട് വരാം. പ്രോഡക്റ്റിൻ്റെ കൂടി റിയാക്റ്റൻ്റ് കുറഞ്ഞെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റ് ആയിരിക്കും കൂടുന്നത്. പറഞ്ഞ കാര്യം സെറ്റാണല്ലോ. ഇങ്ങനെയാണ് നമ്മൾ നോക്കുക. അപ്പോൾ എപ്പോഴും നോക്കുക റിയാക്റ്റൻറ്റുകളാണോ പ്രോഡക്റ്റ്. ഇങ്ങനെ HI ഈസ് എമൗണ്ട് ഓഫ് H2 ഈസ് ഇൻക്രീസ്, I2 ഈസ് ഇൻക്രീസ്, HI ഈസ് റിമൂവ്ഡ് എന്നൊക്കെ പറഞ്ഞാൽ H2ൻ്റെ I2ൻ്റെയും കേസിൽ H2 ഇൻക്രീസ് ചെയ്താൽ റിയാക്റ്റൻറ്റുകൾ കൂടി, അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് കൂടും. I2 കൂടിയാൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് കൂടും, അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ തന്നെയാണ് കൂടുക. ഇനി HI കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ HI കുറയാന്ന് പറഞ്ഞാൽ റിമൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറയുന്നത്, അപ്പോൾ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ തന്നെയായിരിക്കും ഇൻക്രീസ് ചെയ്യുക. കേട്ടോ, ഇങ്ങനെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ്റെ കാര്യം. ഇനി വരുന്നതാണ് നമ്മുടെ എഫക്റ്റ് ഓഫ് പ്രഷർ ചേഞ്ച്, ടെമ്പറേച്ചർ ചേഞ്ച്. ടെമ്പറേച്ചർ ചേഞ്ചിൽ കുറച്ച് 2 കാര്യങ്ങൾ എന്തായാലും നോക്കണം. ആദ്യം തന്നെ നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ വേണം. ഇതേടാ നോക്കിയേടാ, നോർമലി നമുക്ക് പണ്ട് പഠിച്ചേക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങൾ ഈ വർഷം +1 പഠിക്കുമ്പോൾ ഉണ്ട്. ഓക്കെ, ഇതേടാ നോക്കുക. നമുക്ക് ഇങ്ങനെ ഒരു റിയാക്ഷൻ നൽകി H2 + 3 N2 + 3H2 = 2NH3. ഒപ്പം തന്നെ ഇതിലൊരു കാര്യം കൂടി തരും, നമ്മുടെ ΔHൻ്റെ വാല്യൂ തരും. തെർമോഡൈനാമിക്സ് പഠിച്ചപ്പോൾ ΔH എൻതാൽപ്പി ചേഞ്ചാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻതാൽപ്പി ചേഞ്ചിൻ്റെ എനർജി തരും. അപ്പോൾ ΔH = നെഗറ്റീവ് ആണ് എന്ന് പറയും, അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ഇവിടെ -92 എന്നൊക്കെ ആയിരിക്കും തരാം. അപ്പോൾ ഒരു നെഗറ്റീവ് വാല്യൂ ആണ് തന്നേക്കുന്നത് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് എക്സോതെർമിക് ആയിരിക്കും. കേട്ടോ, ഫോർവേഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സോതെർമിക് ആയിരിക്കും. ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക് ആണെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുന്നത്, ഇതേടാ ഇങ്ങോട്ട് നടക്കുന്ന ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. ഫോർവേഡ് എക്സോതെർമിക് ആണെങ്കിൽ ബാക്ക്വേർഡ് എന്തായിരിക്കും? എൻഡോതെർമിക് ആയിരിക്കും. ഓക്കെ, ഫോർവേഡ് എക്സോതെർമിക് ആണെങ്കിൽ ബാക്ക്വേർഡ് എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. അപ്പോൾ അതേടാ H2 + I2 = 2H എന്നാന്ന് വെച്ചോ. ΔHൻ്റെ വാല്യൂ പോസിറ്റീവ് അവിടെ. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ΔHൻ്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? എൻഡോതെർമിക് ആയിരിക്കും. ഫോർവേഡ് റിയാക്ഷൻ എൻഡോതെർമിക് ആണ്, ബാക്ക്വേർഡ് റിയാക്ഷൻ എക്സോതെർമിക് ആണ്. ഈ ഒരു ഐഡിയ എന്തായാലും വേണം. അപ്പോൾ നമുക്ക് തരാൻ പോകുന്ന ഒരു ഇക്വേഷൻ്റെ ΔHൻ്റെ വാല്യൂ ആയിരിക്കും. ΔHൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം എക്സോ ആണോ എൻഡോ ആണോ എന്നുള്ളത്. ΔHൻ്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ അത് എക്സോതെർമിക് എന്നും, ΔHൻ്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ എൻഡോതെർമിക് ആയിരിക്കും വരും. ഓക്കെ, അപ്പോൾ ΔHൻ്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ഫോർവേഡ് എക്സോ ആണ്, അപ്പോൾ ബാക്ക്വേർഡ് എന്തായിരിക്കും? എൻഡോ ആയിരിക്കും. ΔHൻ്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ഫോർവേഡ് എൻഡോയും ബാക്ക്വേർഡ് എക്സോതെർമിക്കും ആയിരിക്കും. അതെന്തായാലും ഐഡൻറ്റിഫൈ ചെയ്യാൻ അറിഞ്ഞു. അപ്പോൾ എന്തായാലും ഒരു ഡൗട്ട് വരും, എക്സോ എന്താ എൻഡോതെർമിക് എന്താണെന്നുള്ളത്. അതറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി പറയാം. എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ റിയാക്ഷനിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷനുകളെയാണ് നമ്മൾ എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് വിളിക്കുക. എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ കഴിയുമ്പോൾ അവിടെ ഹീറ്റ് പുറത്തോട്ട് വിടുകയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തായിരിക്കും? നമ്മൾ ഹീറ്റ് ഈസ് ലിബറേറ്റഡ്. അങ്ങനെയാണെങ്കിൽ അതിനെ എക്സോതെർമിക് എന്ന് വിളിക്കും. അപ്പോൾ നമുക്ക് ബേസിക്കലി അറിയാവുന്നത് ΔHൻ്റെ വാല്യൂ വെച്ചിട്ടാണ്. ΔH നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അതിന് മീനിങ് ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക് ആയിരിക്കും, അതായത് അവിടെ ഹീറ്റ് പുറത്തോട്ട് വന്നിട്ടുണ്ടാവും. ഇനി ΔHൻ്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ എന്തായിരിക്കും? എൻഡോതെർമിക് ആയിരിക്കും. ഈ റിലേഷൻ അറിയണം. ഇത് ബേസിക്കലി ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതേടാ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ചേഞ്ചിൽ നോക്കാം. ഞാൻ ടെമ്പറേച്ചർ കൂട്ടി എന്ന് വെച്ചോ. ഒരു റിവേഴ്സബിൾ റിയാക്ഷനിൽ ΔH നെഗറ്റീവ് ആണെങ്കിൽ ഫോർവേഡ് എക്സോതെർമിക് ആണ്, റിവേഴ്സബിൾ റിയാക്ഷനിൽ ΔH പോസിറ്റീവ് ആണെങ്കിൽ ഫോർവേഡ് എൻഡോതെർമിക് ആയിരിക്കും. ഒരു റിയാക്ഷനിൽ ΔH നെഗറ്റീവ് ആണ്, ഇനി ടെമ്പറേച്ചർ കൂട്ടുകയാണ്, അങ്ങനെയാണെങ്കിൽ ഇൻക്രീസ് ചെയ്യാണ് ടെമ്പറേച്ചർ എങ്കിൽ എൻഡോതെർമിക് റിയാക്ഷൻ ആയിരിക്കും ഫേവർ ചെയ്യുക. കേട്ടോ, എൻഡോതെർമിക് റിയാക്ഷൻ്റെ റേറ്റ് കൂടും. അത് ഫോർവേഡ് ആണോ ബാക്ക്വേർഡ് ആണോ നോക്കണം നമ്മൾ. അപ്പോൾ ടെമ്പറേച്ചർ കൂടിയാൽ എൻഡോതെർമിക് ആയിരിക്കും കൂടുതൽ നടക്കുക. ഇനി ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ എക്സോതെർമിക് റിയാക്ഷൻ ആയിരിക്കും കൂടുതലായിട്ട് നടക്കുക. ഈ 2 കാര്യങ്ങളാണ് നിങ്ങൾക്ക് എന്തായാലും വേണ്ടത്. ഒന്ന്, ലീ ഷാറ്റ്ലർ പ്രിൻസിപ്പിൾ പ്രകാരം ടെമ്പറേച്ചർ കൂടുമ്പോൾ എൻഡോയുടെ റേറ്റ് കൂടും, ടെമ്പറേച്ചർ കുറഞ്ഞാൽ എക്സോയുടെ റേറ്റ് കൂടും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അതിൽ നമ്മൾക്ക് എൻഡോതെർമിക് എക്സോതെർമിക് നോക്കണം. സോ ΔHൻ്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ഫോർവേഡ് എക്സോ ആണ്, ΔHൻ്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ഫോർവേഡ് എൻഡോതെർമിക് ആണ്. ഇനി ഫോർവേഡ് എൻഡോതെർമിക് ആണെങ്കിൽ ബാക്ക്വേർഡ് എന്തായിരിക്കും? എക്സോതെർമിക് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ.
അപ്പോൾ അതേടാ നമുക്ക് നോക്കാം. ഒരു റിയാക്ഷൻ തരാമെന്ന് വെച്ചോ. എക്സ്പ്ലെയിൻ ദ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ ദി ഫോളോയിങ് ഇക്വിലിബ്രിയം. 2N2 gives N2O4 delta H is equal to -52.2 കിലോജൂൾ പെർ മോൾ. ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആ റിയാക്ഷൻ ഒന്നും കൂടി എഴുതാം. 2NO2 gives N2O4 ആണ് തന്നേക്കുന്നത്. ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ -57.2 ആണ്. അപ്പോൾ നോക്കിയടാ, ഇങ്ങനെ ഒരു റിയാക്ഷൻ തന്നാൽ ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് അല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫോർവേഡും ബാക്ക്വേർഡും എക്സോ ആണോ എൻഡോ ആണോ നോക്കണം. ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ മൈനസ് തന്നു കഴിഞ്ഞാൽ ഫോർവേഡ് ഏതാണെന്നാണ് നമ്മൾ പറഞ്ഞത്? ഫോർവേഡ് ഏതായിരിക്കും? എക്സോ ആയിരിക്കും. ഓക്കെ, എക്സോ ആണ്. എന്നാ അപ്പോൾ ബാക്ക്വേർഡ് എന്തായിരിക്കും? എൻഡോ ആയിരിക്കും കേട്ടോ. ഫോർവേഡ് എക്സോയും ബാക്ക്വേർഡ് എൻഡോ ആയിരിക്കും. ഇനി നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്? ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റാണ് കണ്ടു. അപ്പം ഞാൻ ടെമ്പറേച്ചർ കൂട്ടുകയെന്ന് വെച്ചോ. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ ഏതിൻ്റെ റേറ്റാണ് കൂടുക? എൻഡോയുടെ റേറ്റ് ആയിരിക്കും കൂടുക. ടെമ്പറേച്ചർ കൂടിയാൽ എൻഡോയുടെ റേറ്റ് കൂടും. അപ്പോൾ ഇവിടെ ഏതാണെന്ന് നോക്കുക. എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നത് ഏതാ? എൻഡോതെർമിക് എന്ന് പറയുന്നത് ഫോർവേഡ് ആണോ ബാക്ക്വേർഡ് ആണോ? ഇത് ഫോർവേഡ് എക്സോ ആണ്. എൻഡോ എന്ന് പറയുന്നത് ബാക്ക്വേർഡാണ്. അപ്പോൾ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും ഇവിടെ കൂടുക. ഇവിടെ എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്ന ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ്. അപ്പോൾ അതിൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യും. റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസസ്. റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസസ്. ഓക്കെ, ഇൻക്രീസസ്. ഇനി ഞാൻ ടെമ്പറേച്ചർ കുറച്ചെന്ന് വെച്ചു ഈ റിയാക്ഷനിൽ. അപ്പോൾ ഏതിൻ്റെ റേറ്റാണ് കൂടുക? എക്സോതെർമിക് റിയാക്ഷൻ്റെ റേറ്റ് ആയിരിക്കും കൂടുക. അപ്പോൾ ഇവിടെ നോക്കുക, എക്സോ ഏതാണെന്ന് നോക്കുക. ഫോർവേഡ് ആണോ ബാക്ക്വേർഡ് ആണോ നോക്കുക. അപ്പോൾ ആദ്യം തന്നെ ഇക്വേഷൻ കിട്ടിയാൽ എക്സോയും എൻ്റെ ഐഡൻറ്റിഫൈ ചെയ്യണം, എന്നിട്ടായിരിക്കണം ചെയ്യേണ്ടത്. അപ്പോൾ എക്സോതെർമിക് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും ഇവിടെ? എക്സോ എന്ന് പറഞ്ഞാൽ ഏതാ? ഫോർവേഡാണ്. അപ്പോൾ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും ഇൻക്രീസ് ചെയ്യുക. ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസസ്. ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസസ്. ഓക്കെ, ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസസ് എന്നായിരിക്കും. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുക. ഇപ്പോൾ എക്സോതെർമിക്കും എൻഡോതെർമിക്കും ബേസ് ചെയ്തിട്ട്. ഇനി ഇപ്പോൾ ബേസിക്കലി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു റിയാക്ഷൻ തന്നിട്ട് എഫക്റ്റോ ടെമ്പറേച്ചർ പറഞ്ഞാൽ ആദ്യം എക്സോ എൻഡോയോ ഐഡൻറ്റിഫൈ ചെയ്യണം. ഫോർവേഡ് ആണോ ബാക്ക്വേർഡ് ആണോ എക്സോ എൻഡോ എന്നുള്ളത്. ഇപ്പോൾ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ എക്സോയും ഇവിടെ എൻഡോയും ആയിരിക്കും വരാം. അത് ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇനി അതേപോലെ തന്നെ വരുന്നതാണ് പ്രഷറിൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത്. എഫക്റ്റ് ഓഫ് പ്രഷർ. എഫക്റ്റ് ഓഫ് പ്രഷർ കണ്ടുപിടിക്കാൻ ഈസിയാണ്. പ്രഷർ കൂട്ടിയാൽ സിസ്റ്റം പ്രഷർ കുറയ്ക്കാൻ നോക്കും. എങ്ങനെയാണെന്നറിയോ പ്രഷർ കുറയ്ക്കുന്നത്? നമ്പർ ഓഫ് മോൾസ് കൂടിയിട്ടാണ്. നോക്കിയടാ, ഇവിടെ രണ്ട് ഫിഗർ ഞാൻ തന്നിട്ടുണ്ട്. ആദ്യത്തേൽ രണ്ട് കുട്ടികളാണ് ഒരു ബെഞ്ചിലിരിക്കുക. അപ്പോൾ എങ്ങനെയാണ്? രണ്ടുപേർക്ക് നല്ല സുഖമായിട്ടിരിക്കുക അല്ലേ, വലിയ കാര്യമൊന്നുമില്ല, ഫ്രീ ആയിട്ടിരിക്കുക. അപ്പോൾ പ്രഷർ കുറവായിരിക്കും. നമ്പർ ഓഫ് മോൾസ് കുറവായതുകൊണ്ട് തന്നെ, എണ്ണം കുറവായതുകൊണ്ട് എന്താ? പ്രഷർ കുറവാണ്. എന്നാൽ ഇപ്പുറത്തെ സൈഡിൽ നോക്കിയാടാ, 4-5 പേര് ഒരുമിച്ചിരിക്കും. 4 പേര് ഒരുമിച്ചിരിക്കുന്നുണ്ട്. പ്രഷർ കൂടുതലായിരിക്കും കുറവായിരിക്കും? ഓഫ് കോഴ്സ് പ്രഷർ കൂടുതലായിരിക്കും. കാരണം ഇവരെല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുമ്പോഴത്തേക്കും പ്രഷർ ഭയങ്കര കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ ശരിക്കും ഈ ഒരു കണ്ടീഷൻ തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പ്രഷർ കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു 2 പിള്ളേരുടെ അടുത്ത് മാറ്റിയാൽ പോരെ അല്ലേ. 2 പിള്ളേരുടെ അടുത്ത് മാറ്റുക, അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കുറയ്ക്കുക. സെയിം കാര്യം തന്നെ നമ്മൾ റിയാക്ഷനിൽ ചെയ്യും. നമ്പർ ഓഫ് മോൾസ് കൂടുതലാണെങ്കിൽ നമുക്ക് പ്രഷർ വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നമ്പർ ഓഫ് മോൾസ് എണ്ണം കുറയ്ക്കും. റിയാക്റ്റൻറ്റ് മോളിക്കുള്ള അല്ലെങ്കിൽ പ്രോഡക്റ്റ് മോളിക്കുള്ള റിയാക്ഷൻ നടത്തിയിട്ട് നമ്പറുകൾ കുറയ്ക്കും. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ ഒരു ഇൻക്രീസ് ഇൻ പ്രഷർ വന്നാൽ, പ്രഷർ കൂടിക്കഴിഞ്ഞാൽ എവിടെയാണോ നമ്പർ ഓഫ് മോൾസ് കുറയുന്നത് ആ റിയാക്ഷനായിരിക്കും കൂടുതലായിട്ട് നടക്കാം. ഇനി പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ നമ്പർ ഓഫ് മോൾസ് കൂടുതലുള്ളത് അവിടുത്തെ റിയാക്ഷനായിരിക്കും നടക്കാം. ഇതേടാ നോക്കിക്കോ, N2 + 3H2 gives 2NH3 എന്ന് പറഞ്ഞൊരു റിയാക്ഷൻ എടുക്കാമെന്ന് വെച്ചു. ഒറ്റയടിക്ക് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഐഡിയ ഉണ്ടാവില്ല. നമുക്കൊരു പ്രോബ്ലം വെച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒന്നും കൂടി ഐഡിയ കിട്ടും. വാട്ട് ഈസ് എഫക്റ്റ് ഓഫ് പ്രഷർ ഓൺ ദി അബവ് ഇക്വിലിബ്രിയം എന്നായിരിക്കും. അപ്പോൾ റിയാക്ഷൻ എഴുതാം ആദ്യം തന്നെ. ഓക്കെ, റിയാക്ഷൻ എഴുതാം. 2NH3 എന്നാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. ഇതിൽ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. പ്രഷറിൻ്റെ കേസ് പറയുമ്പോൾ അപ്പം തന്നെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. N2 + 3H2 gives 2NH3 എന്നാണല്ലോ. അപ്പോൾ ഇവിടെ എത്ര എണ്ണം ഉണ്ടാവും? ഇവിടെ ഒരു N2 ആണ്, അപ്പോൾ 1 മോൾ പ്ലസ് ഇവിടെ 3 എണ്ണം ഉണ്ട്. അപ്പോൾ ടോട്ടൽ 4 മോളാണ് റിയാക്റ്റൻ സൈഡിലുള്ളത്. ഇവിടെ ആണെങ്കിലോ 2 മോളാണ് ഉള്ളത്. അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ നടക്കുമ്പോൾ 4-ൽ നിന്നും 2 മോളായിട്ട് മാറും. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് N എന്താ ചെയ്യുക? കുറയുക അല്ലേ. എന്നാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ പോകുമ്പോൾ 2 മോളിൽ നിന്ന് 4 മോളായിട്ട് മാറും. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് എന്ത് ചെയ്യും? കൂടും. പ്രഷർ കൂടിയാൽ നമ്പർ ഓഫ് മോൾസ് കുറവുള്ളത് ഏത് റിയാക്ഷനാണോ, കുറയുന്ന ഏത് റിയാക്ഷനാണോ അതിൻ്റെ റേറ്റ് ആയിരിക്കും കൂടുക. ഇപ്പോൾ നമ്പർ ഓഫ് മോൾസ് കുറയുന്ന ഏത് റിയാക്ഷനിലാണ്? ഫോർവേഡിലാണോ ബാക്ക്വേർഡിലാണോ? ഫോർവേഡിലാണ്. കാരണം ഇവിടെ 4-ൽ നിന്ന് 2 ആയിട്ട് മാറി, നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞു. അപ്പോൾ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസസ്. ഫോർവേഡ്
റിയാക്ഷൻ ഇൻക്രീസസ് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസസ്. പ്രഷർ കുറയ്ക്കാം. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് എന്ത് ചെയ്യണം? കൂട്ടണം. ഓക്കെ, എവിടെയാണോ നമ്പർ ഓഫ് മോൾസ് കൂടുതലുള്ളത് പ്രഷർ കുറച്ചാൽ നമ്പർ ഓഫ് മോൾസ് കൂടുന്നത് ഏത് റിയാക്ഷനാണോ അതിൻ്റെ റേറ്റ് കൂടും. അപ്പോൾ ഇവിടെ ഏതാ നമ്പർ ഓഫ് മോൾസ് കൂടുന്നത്? ഫോർവേഡിലാണോ ബാക്ക്വേഡിലാണോ? ബാക്ക്വേഡിലാണ്. 2ൽ നിന്ന് 4 ആവുകയാണ്. അപ്പോൾ റേറ്റ് ഓഫ് ഏതാ? ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും കൂടുക. ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസസ്. അപ്പോൾ ഈ രീതിയിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ പ്രഷർ കൂടിയാൽ നമ്പർ ഓഫ് മോൾസ് കുറവുള്ള എവിടെയാണോ ആ റിയാക്ഷൻ ആയിരിക്കും കൂടുക. അപ്പോൾ ഇവിടെ ഫോർവേഡ് റിയാക്ഷൻ്റെ ആണ്. ഇനി പ്രഷർ കുറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് കൂടുതൽ എവിടെയാണോ അതിൻ്റെ റേറ്റ് ആയിരിക്കുള്ളൂ കൂടുക. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഒരു എഫക്റ്റും കൂടി ഉണ്ട്, പക്ഷേ ഇത്രയും കാര്യങ്ങളില്ല. കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ, പ്രഷറാണ് മെയിനായിട്ടും ചോദിക്കുക. എക്സാമ്പിൾക്ക് ഇങ്ങനെ എഫക്റ്റ് ഓഫ് പ്രഷർ ചോദിച്ചാൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതാം. പ്രഷർ കൂടുമ്പോൾ ഉള്ള കാര്യം അല്ലെങ്കിൽ കുറയുമ്പോൾ ഉള്ള കാര്യം എഴുതിയാൽ മതി, അത് ഫുള്ളായിട്ട് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് എഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ് കൂടി എഴുതണം. ഇതേടാ നോക്കിക്കോ, എഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ്. അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി, അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. N2 + O2 = 2NO എന്ന് പറഞ്ഞൊരു റിയാക്ഷനാണ് എടുക്കുന്നതെന്ന് വെച്ചോ. ഇതിലെങ്ങനെയായിരിക്കും നമ്മൾ പ്രഷറിൻ്റെ കാര്യം? എഫക്റ്റ് ഓഫ് പ്രഷറാണ്. അപ്പോൾ അഗെയിൻ നമ്മൾ അങ്ങനെ പറയുമ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? N2 + O2 = 2NO എന്ന് പറഞ്ഞ റിയാക്ഷൻ ഇതാ. നമ്പർ ഓഫ് മോൾസ് നോക്കാം. നോക്കിയാടെ ഇവിടെ ഒരെണ്ണമാണ്, +1 ഇവിടെ 2 എണ്ണമാണ്. അപ്പോൾ ഇവിടെ 2ഉം ഇവിടെയും 2 എണ്ണമാണ്. സോ ഇങ്ങനെ 2 എണ്ണം വെച്ച് വന്നാൽ നമുക്ക് പറയാൻ പറ്റും എവിടെയാണ് നമ്പർ ഓഫ് മോൾസ് കുറയുന്നത് കൂടുന്നത് എന്നുള്ളത്? ഇല്ല. അപ്പോൾ പ്രഷറിന് എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടാവോ? ഇല്ല. നമ്പർ ഓഫ് മോൾസ് രണ്ട് സൈഡിലും, റിയാക്റ്റൻ സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും സെയിം ആയിട്ടാണ് വരുന്നത്, ഈക്വൽ ആണെങ്കിൽ പ്രഷർ വിൽ നോട്ട് ഹാവ് എനി എഫക്റ്റ് ഓൺ ഇക്വിലിബ്രിയം. അവിടെ നമ്പർ ഓഫ് മോൾസ് സെയിം ആയിട്ട് വരികയാണ് റിയാക്റ്റൻ സൈഡിലും പ്രോഡക്റ്റ് സൈഡിലെങ്കിൽ നമുക്ക് അവിടെ ഒരിക്കലും എഫക്റ്റ് ഓഫ് പ്രഷർ ഉണ്ടാവില്ല. സോ നമ്മൾ എഴുതും എഫക്റ്റ് ഓഫ് പ്രഷർ ചോദിച്ചാൽ നോ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് എഴുതി വെക്കാം. ബിക്കോസ് അവിടെ എഫക്റ്റുകളൊന്നും ഉണ്ടാവില്ല. അതാണ് ആ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ ഒരു റിയാക്ഷൻ തന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂസ് ആവരുത്, അവിടെ നോ എഫക്റ്റ് ആണ് വരുന്നത്. ഇനിയാണ് എഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ് ആൻഡ് ഇനർട്ട് ഗ്യാസ്. ഭയങ്കരമായിട്ടൊന്നും നോക്കണ്ട. കാറ്റലിസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റുകൾ കൂട്ടും. ഒരു കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്പീഡ് കൂട്ടാൻ വേണ്ടി, ഒരു റിയാക്ഷൻ കൂടുതലായിട്ട് നടക്കാനും അതിൻ്റെ സ്പീഡ് കൂട്ടാനും വേണ്ടി ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസുകളാണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു ഇക്വിലിബ്രിയം റിയാക്ഷനിൽ, ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന ഒരു റിയാക്ഷനിൽ നമ്മൾ കാറ്റലിസ്റ്റ് കൊണ്ടുപോയി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമല്ല. ഫോർവേഡിൻ്റെയും ബാക്ക്വേഡിൻ്റെയും റേറ്റുകൾ ഒരുമിച്ച് തന്നെ റേറ്റ് കൂട്ടും, സ്പീഡുകൾ കൂട്ടും. അല്ലാതെ കാറ്റലിസ്റ്റ് ഒരിക്കലും ഒരാളുടെ മാത്രം റേറ്റ് ആയിട്ട് കൂട്ടാൻ പറ്റില്ല. ഫോർവേഡിൻ്റെയും ബാക്ക്വേഡിൻ്റെയും റേറ്റുകൾ ഒരേ ടൈമിൽ തന്നെ കൂട്ടുന്നു. അതുകൊണ്ട് തന്നെ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാനുള്ള സമയം വളരെ കുറവായിരിക്കും. കാറ്റലിസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ റീച്ച് ഇക്വിലിബ്രിയം വെരി ഫാസ്റ്റ്. അറ്റൈൻ ചെയ്യുന്ന ഇക്വിലിബ്രിയം വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും. പിന്നെ ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഈസ് ആഡഡ് ടു ഇക്വിലിബ്രിയം മിക്സ്ചർ അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ദർ ഈസ് നോ ചേഞ്ച് ഇൻ ഇക്വിലിബ്രിയം. നമ്മൾ ഇനേർട്ട് ഗ്യാസ് എന്ന് പറഞ്ഞാൽ അധികം റിയാക്ട് ചെയ്യാത്തൊരു ഗ്യാസാണ്, വലിയ കാര്യമായിട്ടൊന്നുമില്ല. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദർ ഈസ് നോ എഫക്റ്റ്. അവിടെ കോൺസ്റ്റൻറ്റ് വോളിയത്തിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു തരത്തിലുള്ള ഇതും ഉണ്ടാവില്ല. ഓക്കെ, നമ്മുടെ ചേഞ്ചും ഉണ്ടാവുന്നില്ല. അപ്പോൾ അത് കൺഫ്യൂസിങ് ആയിട്ട് ചിലപ്പോൾ തോന്നും. ഇനേർട്ട് ഗ്യാസ് ആഡഡ് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യനൊക്കെ കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മൾ എന്ന് ചോദിക്കരുത്, ഒന്നുമില്ല, ദർ ഈസ് നോ എഫക്റ്റ് എന്നുള്ളത് തന്നെയാണ് അവിടെ വരുന്നത്. അപ്പോൾ കാറ്റലിസ്റ്റിൻ്റെ കാര്യം നോക്കാം, ഇനേർട്ട് ഗ്യാസ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ലീ ഷാറ്റ്ലെ പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ട് നിങ്ങളോട് ലീ ഷാറ്റ്ലെ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കുക. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ഫുള്ളായിട്ട് എഴുതണം. അതുപോലെ തന്നെ ഈ പറഞ്ഞ ആൾക്കാരിൽ ഓരോ എഫക്റ്റുകളും എഴുതാനായിട്ട് പറയും ഇക്വിലിബ്രിയം റിയാക്ഷൻ തന്നിട്ട്. അപ്പോൾ അതെന്തായാലും കൃത്യമായിട്ട് തന്നെ ചെയ്യുക. ടെമ്പറേച്ചർ, പ്രഷർ, കോൺസെൻട്രേഷൻ, എഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ് ആൻഡ് ഇനേർട്ട് ഗ്യാസ്, ഇത്രയും എഫക്റ്റുകളാണ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ല അടിപൊളിയായിട്ട് നോക്കുക, ക്ലിയർ ആയിട്ട് പഠിക്കുക. സോ ഓൾ ദ ബെസ്റ്റ്. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇതിൽ തന്നെ ആസിഡ് ബേസ് കോൺസെപ്റ്റുകൾ എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനുകളിലോട്ടാണ്. അപ്പോൾ എന്തായാലും ആ വീഡിയോ കൂടി കാണാം, ക്ലിയർ ആയിട്ട് പഠിക്കുക. ഓക്കെ.